ഓരോ വെല്ലുവിളികൾക്കും കണക്ക് എണ്ണിപ്പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലിനെയും തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലാണ് ഇറാന്റെ ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി വൈകി ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണ പരമ്പരകളിൽ സുപ്രധാന സർക്കാർ കെട്ടിടങ്ങളും ഊർജ്ജ നിലയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ വിവിധ മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സ് ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം. ഇതിൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും 2 പ്രധാന വൈദ്യുതി ജലവിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതായും വിവരമുണ്ട്. അതിനിടെ ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാപ്കോയ്ക്ക് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. സിത്ര ഐലൻഡിലെ റിഫൈനറിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ തങ്ങളുടെ കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും ഇനിയും പ്രയോഗിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ മാസം അവസാനം ആരംഭിച്ച സംഘർഷം 35ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് അയൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണ ശ്രമങ്ങൾ വ്യോമസേന തടഞ്ഞതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇറാന്റെ ആണവ വികിരണ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ മേഖല ആകെ ദുരന്തഭൂമിയാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. GCC രാജ്യങ്ങളെ മുഴുവൻ വികിരണം ബാധിക്കും. അതിനിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശക്തമാവുന്ന സാഹചര്യത്തിൽ ഖേഷം ദ്വീപ് മുൻനിര പ്രതിരോധ കോട്ടയായി മാറിയിരിക്കുകയാണ്. ഈ ദ്വീപ് കടലിലൂടെ നീങ്ങുന്ന എണ്ണക്കപ്പലുകളുടെ ഗതാഗതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഭൗമശാസ്ത്ര ശക്തിയാണ്. ഈ ദ്വീപിന്റെ അടിത്തട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര ചർച്ചകളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ രഹസ്യ ശൃംഖലകൾ മിസൈലുകൾ സൂക്ഷിക്കാനും അതിവേഗത്തിൽ വിന്യസിക്കാനും കഴിയുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾക്കും തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾക്കും പിന്തുണ നൽകുന്ന ഈ സംവിധാനങ്ങൾ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഇറാനെ സഹായിക്കുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ ശക്തിക്ക് ഹോർമൂസ് കടലിടുക്കിന്റെ ആഴത്തോളം വ്യാപ്തിയുണ്ട്. അമേരിക്ക സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നൂതന യുദ്ധ സംവിധാനങ്ങളും അപ്രതീക്ഷിത ആക്രമണങ്ങളും ഇസ്രയേലിനും US-നും ഭീഷണിയാവുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും ഇറാന്റെ ഭീഷണി ഉയരുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് അല്ലാതെ സമവായത്തിന് ഇറാനില്ലെന്ന നിലപാടിൽ ഇനിയും പ്രത്യാക്രമണങ്ങൾ US-ന് പ്രതീക്ഷിക്കാം.